ഹലോ, ഇന്ന് നമുക്കൊരു ഒക്ടോബർ ജേർണൽ ചെയ്താലോ? അപ്പോൾ അതിനുവേണ്ടി ഞാൻ വലിയ തീമൊന്നുമില്ല, എന്തായാലും ഒരു വിൻ്റർ ആകുന്നതുകൊണ്ട് ഒരു ഓട്ടൺ ടൈപ്പിൽ മഷ്റൂം ആൻഡ് നമ്മുടെ പംകിൻ തീമാണ് കൂടുതൽ എടുത്തിട്ട്, പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു ഗോസ്റ്റിനൊക്കെ വരയ്ക്കാം. അപ്പോൾ ഞാൻ സാധാരണ കൂടുതൽ സ്കെച്ച് പെന്ന് ആണ് യൂസ് ചെയ്യുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഒക്ടോബറിന് എൻ്റെ രീതിയിൽ ഞാൻ അതിനെ ഒരു കളർഫുള്ളൊക്കെ ആയിക്കാണ്. അപ്പം ഞാൻ ഇച്ചിരി വീഡിയോ ലെന്തി ആയിട്ട് ഞാൻ കൂടുതൽ സ്റ്റെപ്പൊന്നും മിക്സ് ചെയ്തിട്ടില്ല, കാരണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ സ്കിപ്പ് അടിച്ച് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയാൻ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ഏത് വീഡിയോസാണ്, ഏത് ടൈപ്പിൽ വീഡിയോസാണെന്ന് പറയണേ, എങ്കിലേ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇച്ചിരി ഔട്ട്ലൈനായിട്ട് ചെറുതായിട്ട് വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം വലിയ ചിന്തിച്ചൊന്നുമില്ല. ഇപ്പോൾ ആദ്യം ഞാനാണെങ്കിൽ വരച്ചപ്പോഴത്തേന് സ്കെയിൽ കൊണ്ട് വരയ്ക്കും, പിന്നെ ഞാൻ വെച്ച് കൈ കൊണ്ട് വരയ്ക്കാൻ പറഞ്ഞു വെച്ചു. ഏകദേശം കോളമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്കടി പറ്റിയായിരുന്നേ. ഒക്ടോബറിന് നമുക്ക് 31 ഡേയില്ല, ഞാൻ 30 കോളങ്ങാട് വരച്ചുള്ളായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത്, പിന്നെ ഞാൻ ശരിയാക്കിയെടുത്തു. അപ്പോൾ ഞാൻ ബ്ലാക്ക് നോർമൽ ഒരു ജെൽ പെന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് സാധാരണ ഒരു പെന്നാണ്. അതുകൊണ്ട് നമ്മൾ കലണ്ടറാണ് വരയ്ക്കുന്നത്. കലണ്ടറിന് വേണ്ടി കോളമൊക്കെ വരച്ച് വെക്കാണ്. കുഞ്ഞു കലണ്ടർ, ഞാൻ കുഞ്ഞു കലണ്ടറിന് വരെ ഇച്ചിരി വലുതായ കലണ്ടർ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വീഡിയോസ് എന്ന് പറയുമ്പോൾ ക്യൂട്ടായിട്ടുള്ള വീഡിയോസ് മാത്രമല്ല, ഞാൻ കൂടുതൽ മറ്റ് ക്രാഫ്റ്റൊക്കെ വരയ്ക്കാറുണ്ട്. പണ്ട് ഡ്രോയിങ്ങാണ് ഇഷ്ടം, നിങ്ങൾക്ക് ഡ്രോയിങ്ങിനെക്കാട്ട് കൂടുതൽ ക്രാഫ്റ്റായിട്ട് കൊണ്ട് തലേദിവസം ചിന്തിച്ച് അങ്ങനെയൊക്കെയാണ് വയ്ക്കുന്നത്. പണ്ടൊക്കെ ഇതിനൊക്കെ സമയം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സമയമില്ലാതായപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. പിന്നെ ഇച്ചിരി നമ്മുടെ സബ്സ്ക്രിപ്ഷനൊക്കെ ആയി കഴിയുമ്പോഴത്തേനും വ്യൂസും ഒക്കെ വന്നെങ്കിലേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് ഇച്ചിരി ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് വിഷമം തോന്നത്തില്ലേ. അപ്പം നിങ്ങൾ എന്തെങ്കിലും പുതിയ നിങ്ങൾ ഒത്തിരി പേര് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം പറയുന്നത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ പണി ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ കലണ്ടറിൻ്റെ ഡേറ്റ് ഇട്ടില്ല, അതിന് മുമ്പ് ഞാൻ എല്ലാത്തിൻ്റെ ഔട്ട്ലൈൻ അങ്ങ് കൊടുത്തേക്കാമെന്ന് വെച്ചു. പിന്നെ ചെറിയ താഴെ സ്പേസ് വന്നുകൊണ്ട് ചെറിയ എന്തെങ്കിലും നോട്ട്സോ എന്തെങ്കിലും എഴുതാൻ വേണ്ടി കൂടുതൽ ഞാൻ പറയുന്നത് മഷ്റൂമിൻ്റെ തീമാണ്. പിന്നെ പംകിനും, പിന്നെ നമ്മുടെ ഇല പൊഴിയുന്ന കാലവണ്ണ ഓട്ടം, അപ്പം അതിൻ്റെ പിന്നെ അതുകൊണ്ട് ഒരു പൂച്ചക്കുട്ടി ഉറങ്ങുന്നതായിട്ടാണ് അവിടെ വരയ്ക്കുന്നത്. എനിക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട. ഞാൻ ഇതിനകത്ത് കൂടുതൽ സ്പീഡ് കൂട്ടാഞ്ഞതിന് കാരണം കണ്ടോട്ട് പതിയെ നമ്മളെല്ലാം സ്പീഡ് കൂട്ടി, അങ്ങനെ ഷോർട്സും എല്ലാം സ്പീഡ് കൂട്ടുമല്ലേ, അതുകൊണ്ടാണ് കാണിക്കുന്നത്. പിന്നെ കൂടുതലും എല്ലാം സ്കെച്ച് പെൻ അയച്ചത്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് പറയണേ. പിന്നെ നിങ്ങൾ ഇപ്പോഴൊക്കെയാണെങ്കിൽ ഇഷ്ടംപോലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പണ്ട് ഞങ്ങളുടെ സമയത്ത് ഇത്രയൊന്നും ഇല്ലായിരുന്നല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് അതും കൂടെ മെസ്സേജ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. ഈ ജേർണലിലൊക്കെ പണ്ട് ഞാനിങ്ങനെ ചുമ്മാ ഡയറിയൊക്കെ എഴുതാണ്, പക്ഷേ ജേർണലായിട്ടൊന്നും എഴുതത്തില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. ആദ്യം ഞാൻ 30 ദിവസം, പിന്നെ ഞാൻ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ. കോളം എക്സ്ട്രാ ആയിപ്പോയെന്ന് അന്നേരം പിന്നെ. അപ്പോൾ മോളി നമ്മുടെ പംകിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മത്തങ്ങ. പിന്നെ 2 തരത്തിലെ മത്തങ്ങ ഉണ്ടല്ലോ. ഏത് മത്തങ്ങ? ഇത് നമ്മുടെ സാധാരണ വിൻ്റർ സമയം കിട്ടുന്നത്, നമ്മുടെ ഈ ഓറഞ്ച് കളറിലെ മത്തങ്ങ എരിശ്ശേരിക്കൊക്കെ നല്ലതെന്ന് പറയണേ അല്ലേ. അപ്പോൾ അതിനും ഇത് ഞാൻ ഓറഞ്ച് കളറാണ്, വളരെ പരിമിതമാണ്. നമ്മൾ സ്കെച്ച് പെൻ അതുകൊണ്ട് ചെയ്യുമ്പം വളരെ പരിമിതമാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കളർ പെൻസിൽ, എനിക്ക് കൂടുതൽ ഷെയ്ഡിങ് ചെയ്യുന്ന കളർ പെൻസിലുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം, കളർ പെന്നാണ് സ്കെച്ച് പെൻ വെച്ച് ചിലപ്പോൾ പാടാറ്റുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അടുത്ത് നമ്മുടെ ഫ്രണ്ട് പേജാണ് ചെയ്യുന്നത്, അപ്പോൾ അല്ലെങ്കിൽ കവർ പേജ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം മഷ്റൂം വീടാണ്, നമ്മുടെ മഷ്റൂമിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞി ഹോട്ട്. പണ്ട് ഈ മഷ്റൂം എന്ന് പറയുന്ന എല്ലാവർക്കും കഴിക്കാമെന്ന്, പക്ഷേ ഈ കളർഫുൾ മഷ്റൂമൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മഷ്റൂം മുഴുവൻ വെള്ളയാണ് അല്ലേ. അപ്പം ഇത് മഷ്റൂമിന് തോരൻ ഇഷ്ടമാണ്. നമ്മുടെ മഷ്റൂം എന്ന് പറയുന്നത് കൂണ് അല്ലേ, കൂണിൻ്റെ. ഇപ്പം ഏറ്റവും ക്യൂട്ടായിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്നത് കൂടുതലും ഈ മഷ്റൂം നമ്മുടെ കൂണ് കൊണ്ടുള്ള വീട്, അതുകൊണ്ടുള്ള എന്തെല്ലാം എനിക്കൊന്നും മാക്സിമം എനിക്ക് ഉണ്ടാക്കിയതെല്ലാം ഇതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് അല്ലേ. എനിവേ, അപ്പം നമ്മൾ ചെറിയതായിട്ടൊരു വീടുണ്ടാക്കുകയാണ്. അതിന് വാതിലും ജനലും ഒക്കെ ഉണ്ടാക്കുന്നത്. ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയാനുണ്ട്. ബോറായിട്ടല്ല, നമ്മൾ ഒത്തിരി എല്ലാവരും സ്പീഡ് അടിക്കുമ്പോൾ അത് നമുക്കൊരു രസം തോന്നുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് ചെയ്യാതെ ഞാൻ ചെയ്തത്. സ്പീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ബോറടിക്കാമെന്ന് പറയില്ല കേട്ടോ. പിന്നെ നല്ല നല്ല കമൻറ്റുകളും സപ്പോർട്ടും ഒക്കെ ചെയ്തെങ്കിൽ എനിക്ക് ഇച്ചിരി ഒരു സന്തോഷമാകും കേട്ടോ. കാരണം വെച്ചാൽ ഞാനും ഇതുപോലെ നമ്മൾ ബിസിയുടെ ഇടയിൽ നമ്മൾ വീട്ടിലെ കാര്യമൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇച്ചിരി സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ നല്ല നല്ല കമൻറ്റ് അടിക്കുകയും ചേച്ചി ഇതെന്തൊന്നും പറഞ്ഞു തരുമോ ചേച്ചി ഇന്ന് അങ്ങനെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം തന്നു കേട്ടോ. അതൊന്നുകൊണ്ടല്ല, ഓരോ സബ്സ്ക്രൈബറും അല്ലെങ്കിൽ ഒത്തിരി വ്യൂ കൂടുമ്പോഴത്തേക്കും മനസ്സിൽ എന്തൊക്കെയോ ഇല്ലാത്തൊരു ഫീൽ. അപ്പോൾ ഞാൻ ഒരുമാതിരി കളർ അടിക്കുന്നത് ഞാൻ നമ്മുടെ സ്കെച്ച് പെന് പകരം മാക്സിമം ഇപ്പം ഞാനിത് ഈ സ്കിൻ കളറൊന്നും സ്കെച്ച് പെനകത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മളൊരു കളർ പെൻസിൽ യൂസ് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടം. കളർ പെൻസിൽ കൊണ്ട് ചെയ്യുന്നത്
അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് മഷ്റൂമിൻ്റെ ചുമലയും വെള്ളയും ഒക്കെ ഉള്ളത് നമ്മൾ സ്കെച്ച് പെൻ കൊണ്ട് തന്നെ ചെയ്യുക, അതിന് ഔട്ട്ലൈനും ചെയ്യുക. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ പരിപാടി കവർ പേജിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായെങ്കിൽ ഇഷ്ടംപോലെ ലൈക്കൊക്കെ ചെയ്യണേ, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യണമെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 2 കൂട്ടന്മാരെ കൊണ്ടുവന്ന് പുറകെ വെച്ചിട്ടുണ്ട്. ഒരുത്തൻ്റെ തലയിൽ ഇച്ചിരി കറുപ്പെന്ന് പറഞ്ഞാൽ അതേ എൻ്റെ ഇളയ സന്താനം അങ്ങനത്തെ എൻ്റെ മഷി വരട്ടിയത്, അവനും ഡ്രോയിങ് വരട്ടിയത്, അവൻ വലിയ ഇഷ്ടം ഇതൊക്കെ നോക്കി വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒക്ടോബറായി, ഈ ഡൽഹിയിലൊക്കെയാണ് ഈ സമയത്ത് തണുപ്പ് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണെന്ന് പറയണം കാലാവസ്ഥയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നതെന്ന് പറയണം, മീൻസ് നമ്മൾ ഏത് സ്ഥലത്തു നിന്നാണ് കേട്ടോ. ഇപ്പോൾ കേരളത്തിലായാലും വെളിയിലായാലും ഏത് സ്ഥലത്തു നിന്നാണെന്ന് എന്നോട് പറയണേ. അപ്പോൾ എനിക്ക് വലിയ കാലിഗ്രാഫി ഒന്നും അറിയത്തില്ല, നമ്മൾ അറിയാവുന്ന രീതി അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വരയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇതുകൂടാതെ ഞാൻ ഈ ഡ്രോയിങ് ക്രാഫ്റ്റും കൂടാതെ നമ്മൾ കോട്ട്സ് വല്ലപ്പോഴും എഴുതാറുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഇഷ്ടമാണോ ഡ്രോയിങ് ചെയ്ത് കോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കവർ പേജും നമ്മുടെ കലണ്ടറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പേജിലൂടെ കിടക്കാം. അടുത്ത പേജിൽ എല്ലാത്തിനും ഞാൻ ജസ്റ്റ് ഒന്ന് മന്ത് എഴുതുന്നത് വെച്ചാൽ നിങ്ങൾ ചിലർ ഇടയ്ക്ക് വെച്ച് കാണുവാണെങ്കിൽ കണ്ടുപോട്ടെന്ന് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗോൾസ്, ടാസ്ക്, എന്തെങ്കിലും നോട്ട്സ് വേണമെങ്കിൽ നോട്ട്സ്, പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ബർത്ത്ഡേയുടെ ഡേറ്റും ആനിവേഴ്സറി ഡേറ്റും. കലണ്ടറിനകത്ത് നമ്മൾ ഈ മൊബൈലിനകത്ത് ഇങ്ങനെ റിമൈൻഡറൊക്കെ വെക്കും, പക്ഷേ മറന്നു പോകും. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ കൂട്ടുകാരും കസിൻസും ഒക്കെ നമ്മളോട് പിണക്കം പറയും, ഞങ്ങളുടെ പറഞ്ഞു പോയാലോ പക്ഷേയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സമയങ്ങളിൽ ഒന്നിൽ മൊബൈലിനകത്ത് വെച്ചാൽ ഇങ്ങനെ ചെറിയ ഡയറിക്കകത്ത് ആനിവേഴ്സറിയുടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആനിവേഴ്സറിയുടെ മാത്രമേ എഴുതുന്നുള്ളൂ, പക്ഷേ ആനിവേഴ്സറിയുടെ ബർത്ത്ഡേയൊക്കെ ചിലപ്പം ഡേറ്റൊക്കെ എഴുതി വെക്കും കേട്ടോ, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. എന്നുവെച്ചാൽ നമ്മൾ അവരെ വിഷമിപ്പിക്കണ്ടല്ലോ. ബർത്ത്ഡേക്ക് ഒരാൾ വിഷ് ചെയ്താൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഗോൾസ് ഞാൻ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒന്നും എഴുതിയില്ല, ചെറിയതായിട്ട് ഒരു സിമ്പിൾ രീതിയിലാണ് ഞാനിപ്പോൾ ജേർണൽ എഴുതിയിരിക്കുന്നത്. വലിയ ആഡംബരമൊന്നും നമുക്ക് ഇടും. ജേർണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നമ്മുടെ കാര്യങ്ങൾ നമുക്ക് രീതിയിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ വലിയ അലങ്കോല പണികളൊക്കെ ഇട്ട് അതൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ചെറുതായിട്ട് നോട്ട്സ് എന്ന് വേണ്ടി ഉണ്ടാക്കിയത് ഈ നമ്മുടെ പണ്ടത്തെ നെയിം, ഈ വിൻറ്റേജ് ടൈപ്പിലെ സ്ഥലത്ത് പണ്ടത്തെ പലക കൊണ്ടുണ്ടായിരിക്കും, വുഡൻ കൊണ്ടുണ്ടാക്കിയ ഈ ഇതില്ലേ ആരോ വെച്ചുള്ള ഒരു സാധനമില്ലേ, എന്താ അതിൻ്റെ പേര്, ഈ കാണിക്കുന്ന വഴിയൊക്കെ കാണിക്കുന്നതായിട്ട് പല പല മൂവികളിലൊക്കെ കാണിക്കത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ പല തരത്തിലുള്ള ഈ മാഗസിനകത്തൊക്കെ കാണത്തില്ല, അതുപോലെ ഒരു സാധനം. അതിൻ്റെ താഴെ നമ്മളൊരു മുള്ളമ്പന്തി കിടന്ന് നിൽക്കുന്ന അവനും കൂടെ, അവൻ്റെ മുഖത്ത് നമുക്ക് ആനിവേഴ്സറിയുടെ ഉണ്ടാക്കാം. ഇതിനകത്ത് ഞാൻ നോട്ട്സാണ് എഴുതി, എന്തെങ്കിലും നമുക്ക് നോട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ എഴുതാം. ഞാൻ കഴിഞ്ഞ ദിവസം സെപ്റ്റംബറിനകത്തും ഉണ്ടാക്കണം എന്ന് വെച്ചു, ഫുള്ളായിട്ട് പക്ഷേ ഉണ്ട്. ഇത് ഞാൻ ഇതിനകത്ത് എന്തൊക്കെ സാധനമുണ്ട് അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളമ്പന്തിയെ, കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഉള്ളമ്പന്തിയെ, അതിനകത്ത് നമ്മൾ ആനിവേഴ്സറി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് ബർത്ത്ഡേ ഡേറ്റ്സും എഴുതാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മറന്നു പോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് നോട്ട് ചെയ്ത് നമ്മുടെ ഡയറി, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഫീലിങ്സ് എന്താണ്, നമ്മുടെ അതൊക്കെ എഴുതാം കേട്ടോ. പിന്നെ ഒരു മഷ്റൂം തീമാകുമ്പോൾ അവിടെ ഒരു അവന്മാരില്ലെങ്കിൽ പിന്നെ നമുക്കൊരു സങ്കടം വരണ്ടാന്ന് വെച്ച് കുറച്ച് ചെറിയ മഷ്റൂം. പിന്നെ ഇല പൊഴിയുന്ന കാലമാണ് നമ്മൾ ഓട്ടം എന്ന് പറയുന്നത്, അപ്പം ചെറിയ ഇലകൾ, പിന്നെ അങ്ങനെയൊക്കെ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഒത്തിരി ഡെക്കറേഷൻ പണി ചെയ്യുന്നതിനെക്കാട്ടും ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അവന്മാർ മുകളിൽ നിന്ന് നോക്ക്, എൻ്റെ അതുകൊണ്ട് ബുക്കെ കയറിയിരിക്കും അവന്മാർ. നല്ല അടി കൊടുക്കണം അല്ലേ. അപ്പം നിങ്ങൾക്ക് ക്രാഫ്റ്റിൽ ഏത് കാര്യങ്ങളാണ് ഇഷ്ടമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അത് വീണ്ടും കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏകദേശം ഹാഫ് ജേർണലായി ജസ്റ്റ് പെൻസിൽ കൊണ്ട് ലൈറ്റ് ഷെയ്ഡായി പോയെന്നുള്ളൂ, വലിയ കാര്യമായിട്ടില്ല. പിന്നെ അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഉറക്കം. അപ്പോൾ സ്ലീപ്പിൻ്റെ ട്രാക്കറാണ്. കാരണം വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ മിക്കവാറും സമയത്ത് ഞാനൊക്കെ വന്നിട്ട് ചിലപ്പം നമ്മൾ പഠിക്കുന്ന കുട്ടികളായിരിക്കും, ജോലി ചെയ്യുന്നുണ്ട്, ചില ദിവസങ്ങൾ നമുക്ക് ചില ദിവസം ഉറക്കം വരത്തില്ല, നമ്മൾ ചിന്തിക്കും. അപ്പോൾ അത് ഓരോ മാസത്തെ നമ്മുടെ എത്രയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരുന്ന് നമുക്കറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും അസുഖം കൊണ്ടാണ് എന്താണ്. അപ്പോൾ അതൊരു സ്ലീപ്പ് ട്രാക്കർ വളരെ നല്ലതാണ്. സ്ലീപ്പ് ട്രാക്കറും പിന്നെ മൂഡ് ട്രാക്കർ, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ ചിലപ്പം ഇതൊക്കെ നമുക്ക് വല്ലതും പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മളൊന്നും അറിഞ്ഞിരിക്കും. ഇപ്പം ഒരു അസുഖം വന്നാലും നമ്മൾ ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് നല്ലോണം ഉറങ്ങാറുണ്ടോ ചോദിക്കാറില്ലേ. അപ്പോൾ ഉറങ്ങുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം നമുക്ക് തന്നെ അന്നേരം ഓർമ്മയില്ലായിരിക്കും നമ്മൾ ഈ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഒരു മൂഡ്, ഇതിനകത്ത് മൂഡ് ട്രാക്കറെന്നും ഫുള്ള് സ്ലീപ്പിൻ്റെ അല്ല, പക്ഷേ എന്നാലും ഒരു മൂഡ് ട്രാക്കറെന്നും പറയാം. നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടായിരിക്കും ഉറങ്ങുന്നത്, ചിലപ്പോൾ നമുക്ക് വിഷമിച്ചായിരിക്കും, ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടായിരിക്കും ഉറങ്ങുന്നത്, ചിലപ്പോൾ നമുക്ക് മൂഡ് വളരെ ടയേർഡായിട്ടായിരിക്കും. അപ്പോൾ ഏത് രീതിയിൽ ഏത് ദിവസം കൊണ്ടാണ് നമ്മൾ അറിഞ്ഞിരുന്ന് നമുക്കറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിലാണ്
ഏതാണ് കൂടുതലും ടയേർഡായത്, എന്ത് കാരണമാണെന്ന് നമ്മൾ റീസൺ അറിയണമെങ്കിൽ അങ്ങനെ. അപ്പം നമ്മളൊരു പെൺകൊച്ച് ഉറങ്ങുന്നതായിട്ട് ഞാനത് ഉറങ്ങുന്നതാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉറങ്ങുന്നതാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു ലൈറ്റ് പില്ലോയും ഒക്കെ വെച്ച് തണുപ്പ് സമയമായതുകൊണ്ടാണ് ഞാൻ ഈ വലിയ ബ്ലാങ്കറ്റ് ടൈപ്പിലെ ഒരു ഇത് ഈ കോളം. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കോളം അതിനകത്ത് വരയ്ക്കുന്നത് എന്താണെന്നറിയാം, അതിനകത്ത് നമുക്ക് ഏതൊക്കെ ദിവസമാണ് നമുക്ക് വന്നത് നമുക്ക് എഴുതി വെക്കാം. ഇപ്പം ഏത് ദിവസമാണ് നമുക്ക് ഹാപ്പി ആണെങ്കിൽ ഹാപ്പിയുടെ ഡേ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കളർ അടിക്കുന്നത്. അപ്പോൾ ഇത് ചുമല കളർ, പല പല കളറ്, പല പല നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഏത് രീതിയിലാണ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ചിലർ നമ്മൾ പേടിച്ച് ഉറങ്ങുന്നവരോ, സ്വപ്നം കണ്ടെന്നവർക്ക് ചിലപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഉറങ്ങും, നല്ല സ്വപ്നം കണ്ടെന്ന് പറയും. ചിലർ പറയും വളരെ ക്ഷീണമായിരുന്നു, ഉറങ്ങുന്നതേ അറിഞ്ഞില്ല. ചിലർ പറയും എനിക്ക് ഭയങ്കര വിഷമം അല്ലെങ്കിൽ വേദനയായിരുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് ഈ ട്രാക്കറിനകത്ത്, നമ്മുടെ സ്ലീപ്പ് ട്രാക്കറിനകത്ത് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സ്ലീപ്പ് ട്രാക്കറിന് നമ്മൾ ഹെഡിങ് എഴുതിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സോറി കേട്ടോ, എഴുതിയല്ലോ എന്ന് ഞാൻ ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത് മറന്നുപോയി, അതുകൊണ്ടാണ് ഞാനങ്ങ് പറഞ്ഞത്. അപ്പോൾ ഇനിയും നമുക്ക് ആവശ്യമുള്ള എന്താണ്, ഇനി നമുക്കുള്ള ആവശ്യം നമ്മുടെ ഹാബിറ്റ്സാണ്. പലർക്കും പല രീതിയിലുള്ള ഹാബിറ്റാണ് ട്രാക്ക് ചെയ്യേണ്ടത്. ചിലർക്ക് അവരുടെ സ്റ്റഡി റൂട്ടീൻ അനുസരിച്ചുള്ള ട്രാക്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, അപ്പോൾ പലർക്കും പല രീതിയിലുള്ള ഞാൻ എന്താണ് എനിക്ക് തോന്നുന്ന എൻ്റെ ഹാബിറ്റ്സ് എന്താണ് ഞാൻ ട്രാക്ക് ചെയ്യുന്നത് അത് ചില ഞാൻ ചെയ്യുന്നത് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലർക്ക് പല രീതിയിൽ, ചിലരുടെ ഹോബിയുടെ ട്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, ഹാബിറ്റാണ്. ചിലർക്ക് ചില റൂട്ടീനകത്ത് ഞാനെന്നെ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്, ചില സമയത്ത് മറന്നു പോകുന്ന കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കുന്ന വളരെ, പിന്നെ ഞാൻ ഈടായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ട്രാക്ക് ചെയ്യണം. ചിലപ്പോൾ മറന്നു മടി പിടിച്ചു പോകും അല്ലേ. അപ്പം പിന്നെ പുസ്തകം ചില സമയങ്ങൾ റീഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മളൊക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിൻ കെയർ എന്ന് നമ്മൾ വലിയ മേക്കപ്പ് ചെയ്യണമെന്നൊന്നുമല്ല, നമ്മുടെ സ്കിൻ കെയർ, നമ്മുടെ റൂട്ടീൻ പേഴ്സണൽ ഹൈജീന്, നമ്മുടെ ഫേസിന്, നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പ്ലേ വിത്ത് കിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ എത്ര സമയം നമ്മൾ ചിലവഴിക്കുന്നുണ്ടെന്നുള്ള ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അവർക്ക് സമയം കൊടുക്കുന്നത് നമ്മുടെ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത് നിങ്ങൾക്ക് ചെയ്യേണ്ട. ഞാൻ എൻ്റെ രീതിയിലുള്ളതാണ് വരച്ചിരിക്കുന്നത്. പിന്നെ വിൻ്റർ ആകുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ സോക്സ് ഒക്കെയാണ്, ഈ സോക്സ് ഇടാതെയൊക്കെയുള്ള പരിപാടിയില്ല, നല്ല തണുപ്പാകുമ്പോഴത്തേന്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു കോഫിയാണ് ഉദ്ദേശിച്ചത്, കോഫി ആയോ എന്നറിയത്തില്ല. എന്തായാലും ഒരു കോഫിയുടെ മഗ് എന്ന് വെച്ചാൽ തണുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കോഫിയും ചായയും കുടിക്കാൻ നല്ല സൂപ്പറല്ലേ, അതുകൊണ്ട്. പക്ഷേ ഞാനിപ്പോൾ കോഫി കുറച്ച് വെച്ചിരിക്കുക കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ഇനിയും നമ്മുടെ ലൈഫിൽ, നമ്മൾ ഗേൾസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ലേഡീസിൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പീരീഡ്സ്. സത്യം പറയട്ടെ, പണ്ടൊക്കെ ഞാനൊക്കെ എവിടെ നിന്ന് നമ്മുടെ കലണ്ടറിൻ്റെ മുകളിലാണ് ഇതൊക്കെ തുടങ്ങുന്ന എൻ്റെ മമ്മിയൊക്കെ പറയും തുടങ്ങുന്ന സമയത്ത് കലണ്ടറിൽ മാർക്ക് ചെയ്യുക. കാരണം ചില സമയത്ത് നമ്മുടെ ഇറഗുലർ ആയിരിക്കും, നമുക്ക് എന്തെങ്കിലും സിസ്റ്റ് ഉണ്ടാകും, ഫൈബ്രോയിഡ്സ് ഉണ്ടാകും. ഞാൻ മെഡിക്കലി എന്ന് പറയുന്നതുള്ളൂ കേട്ടോ. അതൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പീരീഡ്സ് എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നമുക്ക് ഡോക്ടറെ കാണുമ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് സ്പോട്ടിങ് ആയിരുന്നു, അത് ചിലപ്പോൾ നമുക്ക് സ്പോട്ടിങ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഡിലേ ആയിരിക്കും, ചിലപ്പോൾ ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അതൊക്കെ നമ്മുടെ ഈ പീരീഡ്സിൻ്റെ ഒരു മാസത്തെ മാത്രമേ, ഇത് നമ്മൾ എല്ലാ മാസത്തിനും അലകലക വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഏതൊക്കെ ഫുഡ്സാണ് നമ്മൾ ആ സമയത്ത് നമുക്ക് ക്രേവിങ്സ് മൂലം ചില സമയത്ത് നമ്മൾ ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് എന്തൊക്കെയാണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ ക്രേവിങ്സിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. അപ്പം അതാണ് നമ്മൾ സ്പോട്ടിങ്, ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലീഡിങ്, ടയേർഡായിരുന്നു, അല്ലെങ്കിൽ സ്പോട്ടിങ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്രാവശ്യം. പിന്നെ സ്റ്റാർട്ട് ഉണ്ടെന്നിട്ട് സ്റ്റാർട്ടിങ് ഡേറ്റും എൻഡിങ് ഡേറ്റും സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത മാസം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, എനിക്ക് ഈ മാസം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ലേറ്റായി, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. ഇത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ, ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാമെന്നാണ് ഇത്. പിന്നെ നമ്മുടെ ആവശ്യമുള്ളതാണ് വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷുകളും നമ്മൾ നടക്കണമെന്നില്ല, നമ്മുടെ സ്വപ്നങ്ങൾ പലതും നടന്നില്ലെന്നിരിക്കും. പക്ഷേ ഒരു വിഷ് ലിസ്റ്റുള്ളതാണ്. അതിനകത്ത് നമുക്ക് വാണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യം നമ്മൾ വേണമെന്നുള്ളത്, പക്ഷേ നീഡെന്ന് വാണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. നീഡെന്ന് പറയുമ്പോൾ നമ്മുടെ ഹിന്ദി പറഞ്ഞത്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ലൈഫിൽ വേണം, ഇത് വേണ്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലതാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇത് ആഗ്രഹമുണ്ട്, എനിക്ക് മുന്നിനോട് എനിക്കിത് കിട്ടണം, അല്ലെങ്കിൽ ഇത് ഇപ്രാവശ്യം എനിക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യാനാണ് ഞാൻ അയക്കുന്നത്. ഇതൊക്കെ വലിയ ഡ്രോയിങ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് ഇച്ചിരി ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടായിരുന്നോ? അപ്പോൾ ഞാനതിന് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ ഉണ്ടാക്കുന്ന കുറേ നാളായിട്ട് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ. പിന്നെ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക്
എപ്പോഴാണ് വീഡിയോ കാണാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അതൊന്ന് പറയണേ. പിന്നെ ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ സേവിങ്സിന് വേണ്ടി പല പല ബില്ലുകൾ, കറണ്ട് ബില്ല്, ആ ബില്ല്, ഈ ബില്ല്, സ്കൂൾ ഫീസ്, ആ ഫീസ്, പല പല ഉള്ളു. അപ്പം പലപ്പോഴും നമ്മൾ ഡേറ്റ് മിസ്സായപ്പം പിന്നെ ചില സമയത്ത് നമുക്ക് കുറവ് ബില്ല് കൊടുത്താൽ മതിയായിരിക്കും കറണ്ട് ബില്ല്. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഇവിടെ നമ്മൾ AC ചലിപ്പിക്കുന്ന സമയത്ത് ചൂടൊക്കെ ഇവിടെ ഭയങ്കര ചൂടില്ല, അപ്പം നമുക്ക് കൂടുതൽ കറണ്ട് ബില്ല്. അപ്പോൾ അതിനകത്ത് എന്നിട്ട് നമുക്ക് കൂടും, അത് അടുത്ത മാസം ചിലപ്പം നമുക്ക് കുറവായിരിക്കും ബില്ല് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുള്ളത്. പിന്നെ നമ്മൾ എത്ര മണി നമ്മുടെ ഒരു കുടുക്കയ്ക്കകത്ത് സേവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇതിനകത്ത്. അപ്പോൾ ഈ പെന്നി സേവ് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിക്കുന്നുണ്ടെന്നുള്ള അറിയത്തില്ല. അപ്പോൾ പെന്നി സേവ്ഡ് ഈസ് എ പെന്നി ഏൺഡ്. ഒരു നമ്മുടെ ഒരു വളരെ ഒരു പൈസ അതിനകത്ത് ഇട്ടാലും സേവിങ് ആണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര എഴുതിയത് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വിഷ് ലിസ്റ്റിനകത്ത് ഒന്നുമില്ല, ഞാൻ കുറേ നാളായിട്ട് ഒരു ട്രൈപോഡ് മേടിക്കുന്നത് വെച്ചാൽ ഒരു ചെറിയ ട്രൈപോഡ് ഉണ്ട്, പക്ഷേ അത് വളരെ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ വാൾപേപ്പർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതാണ് നമ്മുടെ ആവശ്യമുള്ളത്. പിന്നെ നീരെന്നുള്ളത് എന്തുകൊണ്ട് നീരിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അല്ലറ പിള്ളേരൊക്കെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ അതിനകത്ത് ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല ഇരിക്കുന്നത്, എന്നെന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം മാക്സിമം കേട്ടോ.